Good morning. ഓക്കെ, നെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വന്ദന മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലെ. അപ്പൊ ജസ്റ്റ് കട്ടായത് ഇപ്പൊ വന്നുള്ളൂ നെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് പറഞ്ഞു, സ്കിൽസ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. അടുത്തത് സ്കിൽസ് ഏതൊക്കെയായിരുന്നു ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട സ്കിൽസ്? ടെക്നിക്കൽ സ്കിൽസ് വേണം, ഹ്യൂമൻ സ്കിൽസ് വേണം, കോൺസെപ്റ്റൽ സ്കിൽസ് വേണം. റൈറ്റ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. The hospital administration is all about running the department in a smooth manner. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും കാര്യങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. A hospital administration is all about running the department in a smooth manner. Underline ചെയ്തോ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ ആണല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. അതായത് അവർക്കുടെ റോളുകൾ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോളുകളിൽ നേരിട്ടുള്ള ഡയറക്റ്റ് അവിടെ പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും നേരിട്ടുള്ള ഒരു രോഗി പരിചരണം ഉൾപ്പെടാമെങ്കിലും many hospital administrator maintain little to no patient contact. എന്നാൽ മിക്ക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും ഡയറക്റ്റ് ആ പേഷ്യൻസുമായി വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ പുലർത്തുന്നുള്ളൂ. അതായത് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ വരുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ബാക്കിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ചെയ്തു കൊടുക്കുന്നു അല്ലെ. അത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കി കൊടുക്കുന്നു. അതിനുവേണ്ട സ്റ്റാഫുകളെ, ഡോക്ടേഴ്സിനെ, അവർക്ക് വേണ്ട ഫെസിലിറ്റികള്, ഇതെല്ലാ കാര്യങ്ങളും അവർ ബാക്കിൽ നിന്ന് ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. ഡയറക്റ്റ് ഇപ്പോ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാര് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ വരുന്നില്ല. ഡയറക്റ്റ് നമ്മൾ നോക്കുന്നത് ഡോക്ടറാണല്ലോ അല്ലെ. പേഷ്യൻസിനെ നോക്കുന്നത് ഡോക്ടറാണ്. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളിൽ അവര് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിലും എന്താ, ആ പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാരാ? ബാക്കിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരാണ്. മനസ്സിലായ ആ സെന്റൻസിന്റെ മീനിങ് എന്താണെന്നുള്ളത്? ഇപ്പൊ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ആ സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ആക്ടേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ, മോഹൻലാല് അല്ലെ, അങ്ങനെ ആക്ടേഴ്സിനെയാണ്. അപ്പൊ പക്ഷെ ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പിന്നീട് ബാക്കിൽ ഒത്തിരി പേരുകൾ പ്രവർത്തിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ചെല്ലുമ്പോ നമ്മൾ ഡോക്ടറിനെ, ഇപ്പൊ അല്ലെങ്കിൽ ഫാർമസിന്ന് അവിടെന്ന്, അല്ലെങ്കിൽ ലാബില് അങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ്, ഇവരെയൊക്കെയാണ് ഡയറക്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാ? അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരാണ്. They may have a variety of responsibilities. ഇനി ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് നോക്കി, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ് ചോദിക്കാം. ലൈക്ക് മാനേജിങ് ഫിനാൻസ് മാനേജ് ചെയ്യുക, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീറ്റ്സ്
ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് എന്ത് ചെയ്യുക, നടപ്പിലാക്കുക, എൻഷർ ചെയ്യുക, ഉറപ്പാക്കുക. Then meets regulatory needs, അവരുടെ പതിവ് കാര്യങ്ങള്, ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള്, നിയന്ത്രിത ആവശ്യങ്ങള്, കാര്യങ്ങള് ഇതൊക്കെ ഉറപ്പുവരുത്തുക. ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. ഇതെല്ലാം ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തോ? മാനേജിംഗ് ഫിനാൻസ്, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, റെഗുലേറ്ററി നീഡ്സ്, ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്? Okay, underline ചെയ്യാട്ടോ. Then this professional can find work in a variety of health organization. ഇനി നോക്കിയേ, ഈ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അവർക്ക് എവിടെയൊക്കെ ജോലി കണ്ടെത്താൻ പറ്റും? നോക്കി, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ അവർക്ക് വർക്ക് ചെയ്യാം. വിച്ച് കൺസിസ്റ്റ് ഓഫ്, ഏത് ഉൾപ്പെടുന്ന? ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കുകളിൽ ജോലി കണ്ടെത്താം, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ഏജൻസീസ്, ഇവിടെയെല്ലാം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. ഓക്കെ, ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ എവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം? ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസ്, ഏജൻസീസ്, ഗവൺമെന്റ് ഏജൻസീസ്, ഇവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു പാരഗ്രാഫില് നമ്മൾ 3 കാര്യങ്ങളാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടത്. ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പൊ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നെറ്റ് പോയതുകൊണ്ട് ഇനി അവര് ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ച് ക്ലാസ്സിൽ നിന്ന് സ്കിപ്പായിട്ട് ലെഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോ അവര് ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സുഗമമായ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സുഗമമായി നടത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് അണ്ടർലൈൻ ചെയ്തിടുക. മാനേജിംഗ് ഫിനാൻസ്, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, റെഗുലേറ്ററി നീഡ്സ്, ഹിയറിംഗ് ഹൈ ക്വാളിറ്റി ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ആ പ്രൊഫഷണലുകൾക്ക്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ ജോലി കണ്ടെത്താൻ പറ്റും? എവിടേക്കാ? ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കുകളില്, കോർപ്പറേഷൻസ്, അതുപോലെ ഗവൺമെന്റ് ഏജൻസീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. 3 കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയോ? 3 അണ്ടർലൈൻ ചെയ്തിട്ടോ? 3 പോയിന്റ്സും ആ ഒരു പാരഗ്രാഫിലെ? യെസ്, ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് അവർക്കുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് പറയുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അവിടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹു കോർഡിനേറ്റ് ദ ഡിപ്പാർട്ട്മെന്റ്, ഓൾ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ, എല്ലാത്തിനെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ആരാ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഡാഷ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഹു കോർഡിനേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Hospital administrators coordinate all departments within a health care facility to make sure that they function as a whole. പിന്നെന്താ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരാണ്. To make sure that they function as a whole. മൊത്തത്തില് അവിടുത്തെ പ്രവർത്തനങ്ങള് എന്താണ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ പ്രാവീണ്യം എന്തിനു വേണം? അവർക്കുടെ ആ ഒരു കഴിവ്, അവർക്കുടെ പ്രാവീണ്യം എന്തിനു വേണം നോക്കിയാൽ ഈസ് നീഡഡ് ടു എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിർവഹിക്കുക. എക്സിക്യൂട്ട് നിർവഹിക്കുക. പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആസൂത്രണം ചെയ്യുക.
ഓർഗനൈസ് സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക, മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. എന്ത്? ദ ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. മെഡിക്കൽ ഹെൽത്ത് സർവീസുകൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ സർവീസുകൾ, അതിന്റെ ഔട്ട്കംസ്, ആ പേഷ്യൻസിൽ നിന്ന് വരുന്ന ഔട്ട്കംസ് അല്ലെങ്കിൽ ആ കാര്യങ്ങള് എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതിന് എന്ത് വേണം? their proficiency, അല്ലെ? അവർക്ക് ഒരു പ്രാവീണ്യം വേണം. ഇനി ഒരു കഴിവില്ലാത്ത ഒരാളെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പൊസിഷനിൽ ഇരുത്താൻ പറ്റുമോ? അവർക്ക് ഈ കാര്യങ്ങൾ വേണം. കണ്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയുള്ള അവിടുത്തെ കാര്യങ്ങള് നിർവഹിക്കാൻ, ആസൂത്രണം ചെയ്യാൻ, സംഘടിപ്പിക്കാൻ, മേൽനോട്ടം വരയ്ക്കാൻ, മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാൻ, ഇതിനെല്ലാത്തിനും അവർക്കുടെ ഒരു പ്രാവീണ്യം വേണം. Though the role of the hospital administrator differ from one institution to the next. കണ്ടോ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊടുത്ത അവർക്കുടെ ആ റോൾ ആയിരിക്കില്ല ചിലപ്പോ വേറെ ഹോസ്പിറ്റലില്. അതായത് അവർക്കുടെ റോൾസ് വ്യത്യാസപ്പെടാം, അവർക്കുടെ ആ എന്താണ് അവർക്കുടെ ഡ്യൂട്ടീസ് വ്യത്യാസപ്പെടാം ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതല്ല, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള പോലെ ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. അതിന് മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് വരാം. കണ്ടോ, the role of the hospital administrators differ. എങ്ങനെ? ഫ്രം വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദ നെക്സ്റ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാറുന്നതിന്റെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. അവർക്കുടെ റോൾസില്, അവർക്കുടെ പങ്കുകളിൽ വ്യത്യാസപ്പെടാം. The duties most often includes. അപ്പൊ അവർക്കുടെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 5 പോയിന്റ് പഠിക്കണം. പഠിക്കാന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡ്യൂട്ടീസ് എഴുതാൻ എസ്സേ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് അത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെന്ന് ചോദിക്കാം. നമുക്ക് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അത് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഡ്യൂട്ടി ആണെന്ന് ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സെർവിംഗ് ആസ് എ കോണ്ടാക്ട് എമംഗ് ഗവേണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. കണ്ടോ, എന്താണ് ഗവേണിംഗ് ബോർഡ്സ്? അവരെ ഗവേൺ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്ന ബോർഡുകള്, ഹോസ്പിറ്റലിലെ നിയന്ത്രിക്കുന്ന ബോർഡുകളെ, മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സ്, അവരുടെ ഹെഡ് ആയിട്ടുള്ളവര് എന്നിവർക്കിടയിൽ സമ്പർക്കം പുലർത്തുക. അവരുമായിട്ട് എന്ത് ചെയ്യണം? ഒരു കോണ്ടാക്ട് വേണം, അല്ലെങ്കിൽ എന്താ പറയാ, അവരുമായിട്ട് ഒരു സമ്പർക്കം പുലർത്തണം. ഇവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തണം. അത് ആർക്കുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Contact among, serving as contact among governing board, medical staff and department heads. ഇവർക്കിടയിൽ സമ്പർക്കം പുലർത്തുക. നെക്സ്റ്റ് നോക്കിയേ, റിക്രൂട്ടിംഗ്, ഹിയറിംഗ് ആൻഡ് അസിസ്റ്റിംഗ് നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, അവിടെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അല്ലെങ്കിൽ ഇത് ആർക്കടെ ഡ്യൂട്ടി ഈസ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹു ഈസ് റിക്രൂട്ടിംഗ്, ഹിയറിംഗ് ആൻഡ് അസിസ്റ്റിംഗ് നേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. ഇവരെ റിക്രൂട്ട് ചെയ്യുന്ന ആരാണ്? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയാ? റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിയമിക്കുക. ഹിയറിംഗ്, ചെയ്യുക, അവരെ കണ്ടെത്തുക, നിയമിക്കുക. അസസിങ് നേഴ്സസ്, നേഴ്സുമാരെ അസസ് ചെയ്യുക. Then ഡോക്ടേഴ്സിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെയൊക്കെ അസസ് ചെയ്യുക എന്നുള്ളതും ഈ ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുക, ഹിയർ ചെയ്യുക എന്നുള്ളതെല്ലാം ആർക്കിടെ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്.
നേഴ്സസ്, ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നിവരെ റിക്രൂട്ട് ചെയ്യുക, നിയമിക്കുക, ഹിയർ ചെയ്യുക, അസസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ ഡ്യൂട്ടി നോക്കിയേ, ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹു ഈസ് ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആർ ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ടാവും. ആ ഒരു പോയിന്റ് അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓക്കെ, ഡയറക്ട് ചെയ്യുക, അവരെ ഒന്ന് നിരീക്ഷിക്കുക, കൺട്രോൾ ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. ഏത് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. കണ്ടോ, ഹോസ്പിറ്റൽ ബോർഡ്, ഓരോ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം അവിടുത്തെ സർവീസുകൾ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ആ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം, ഒരു ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം അവർ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, നാലാമത്തെ പോയിന്റ്, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ ദ പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷ്യൂറൻസ്, പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. അതൊന്ന് ഷോർട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി നിങ്ങൾ ആ പോയിന്റ്സിൽ. ആർക്ക് വേണ്ടിയാ? പേഷ്യന്റ് സർവീസ് അല്ലെ, പേഷ്യൻസിന്റെ കൊടുക്കുന്ന സർവീസുകള്. പിന്നെ ക്വാളിറ്റി അഷൂറൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന ഗുണമേന്മ അതിന്റെ അഷൂർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് അല്ലെ, ആ ക്വാളിറ്റിയുടെ ഉറപ്പ്, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അതിന്റെ ഉറപ്പ്, അതിന്റെ ക്വാളിറ്റി ഉറപ്പ്. പബ്ലിക് റിലേഷൻ, പിന്നെ ഡിപ്പാർട്ട്മെന്റൽ പ്രവർത്തനങ്ങൾ കണ്ടോ, എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും സൃഷ്ടിക്കുകയും നടപ്പിലാക്കുകയും അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. കണ്ടോ, സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അപ്പൊ അത്രയും ഷോർട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. ആർക്ക് വേണ്ടിയാ? പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് പബ്ലിക് റിലേഷൻ, ഡിപ്പാർട്ട്മെന്റൽ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും അത് സൃഷ്ടിക്കുകയും അത് നടപ്പിലാക്കുകയും അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ഓക്കെ ആണോ? നാലാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ആ പോളിസീസ് വരെ അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. അടുത്ത നോക്കിയേ, അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, റിസർച്ച് ഹോസ്പിറ്റൽ. അടുത്ത് നോക്കിയേ, അഡ്വാൻസ് ചെയ്യാന്ന് വെച്ചാൽ മുന്നേറുക, അഡ്വാൻസിങ്. എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ വികസിപ്പിക്കുക. അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻസിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ ആർക്ക് വേണ്ടി? സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, ശാസ്ത്രീയമായ ഗവേഷണത്തിനും പ്രിവെന്റീവ് മെഡിസിൻസിനും വേണ്ടിയുള്ള പ്രോഗ്രാമുകളും അതുപോലെ സർവീസുകളും സേവനങ്ങളും പ്രോഗ്രാമുകളും അതിൽ മുന്നേറുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുക. റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടേ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ സർവീസ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ, വികസിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഹോസ്പിറ്റൽ മുന്നേറുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും സർവീസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇതും ആരുടെയാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അത് ഇത്രയും നിങ്ങൾ നോക്കിയാലും മതി കേട്ടോ. ഷോർട്ട് ചെയ്തിട്ടാൽ മതി. എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് പോയിന്റ് ഫുൾ ആയിട്ട് തന്നെ തരും. അപ്പൊ ഒന്ന് വേഗം ഓർമ്മിക്കാൻ വേണ്ടിയാട്ടോ ഷോർട്ട് ചെയ്ത് തരുന്ന. അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻസിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. എന്തിനു വേണ്ടി? ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻസ്.
റിസർച്ച് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പുതിയ പുതിയ റിസർച്ചുകൾ, കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിനും ഒക്കെ വേണ്ടിയുള്ള പ്രോഗ്രാമുകളും അതിനു വേണ്ടിയിട്ടുള്ള സർവീസുകൾ എക്സ്പാൻഡ് ചെയ്യുകയും അതിൽ മുന്നേറുകയും ചെയ്യുക. കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്താനും ഒക്കെ ആയിട്ട് അതിന്റെ ആ പ്രോഗ്രാംസുകൾ എക്സ്പാൻഡ് ചെയ്യുക. അതും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിൽ വരുന്ന 5 പോയിന്റ്സ് ആണ് കേട്ടോ. ഇത് പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. എന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കൂടാതെ ഞാൻ 2ാമത്തെ 3ാമത്തെ പോയിന്റ് ഒന്നുകൂടി 3ഉം 4ഉം അതും ചോദിക്കാം. ഹു ഈസ് സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസി, അങ്ങനെ ഹു ഇട്ടും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നോക്കിയേ. നമുക്ക് നെക്സ്റ്റ് കുഞ്ഞൊരു പാരഗ്രാഫാണ്. Hospital administrator have to stay current on laws and regulations that affect the healthcare or hospital industry, as well as medical and technological progress. As a business leader, hospital administrator must oversee. Okay, hospital administrator എങ്ങനെ നിൽക്കണം, എങ്ങനെ സ്റ്റേ ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എനിക്ക് ആ ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനാണോ ഞാൻ അവിടെ നിൽക്കേണ്ടത്? എന്തനുസരിച്ച് വേണം? എന്താണ് ആ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയോ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയറിനെയോ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെ, അതിനെയൊക്കെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിൽ നിൽക്കണം. ആ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ ഹോസ്പിറ്റലിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെ? അതാണ് ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയൊക്കെ ബാധിക്കുന്ന, അതുപോലെ വൈദ്യശാസ്ത്രവും സാങ്കേതികമായിട്ടുള്ള പുരോഗതിനെയൊക്കെ ബാധിക്കുന്ന ആ നിയമങ്ങളിലും ചട്ടങ്ങളിലും വേണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിൽക്കാനായിട്ട്. നമ്മുടെ ഇഷ്ടത്തിന് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെയോ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതനുസരിച്ച് വേണം അവിടെ പ്രവർത്തിക്കാൻ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ റൂൾസ്, ലോസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമ്മൾ അവിടെ നിൽക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇത് ഇങ്ങനെയും ചോദിക്കാം. ആസ് എ ബിസിനസ് ലീഡർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ABC എന്ന് ഓപ്ഷൻ ആയിട്ട് തരാതെ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചെയ്യേണ്ടത്? കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയോ? അവിടെ എന്താ ചോദിക്കാന്നുള്ളതോ? ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ മേൽനോട്ടം വഹിക്കണം? ഓവർസീസ് എന്ന് വെച്ചാൽ എന്താ? മേൽനോട്ടം വഹിക്കുക, അല്ലെ? മേൽനോട്ടം വഹിക്കാം. എന്തൊക്കെയാണ്? ലോങ് ടേം പ്ലാനിങ്. ഒന്നാമത്തെ എന്താ? എന്തൊക്കെ കാര്യം ചെയ്യണം? ദീർഘകാല ആസൂത്രണം. നമ്മളൊരു കാര്യം ആസൂത്രണം പ്ലാൻ ചെയ്യുമ്പോൾ അപ്പത്തെ മാത്രമാണോ നമ്മൾ നോക്കുന്നേ? ദീർഘകാല ആസൂത്രണം വേണം, അല്ലെ? ആ ഹോസ്പിറ്റലില് നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതികൾ കൊണ്ടുവരുമ്പോ അതല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇനി വരാൻ പോണത് കൂടി നമ്മൾ കണക്കാക്കണ്ടേ? അതൊരു പെട്ടെന്ന് ഇപ്പത്തേക്ക് മാത്രമാകരുത്. ദീർഘകാല ആസൂത്രണം, ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. അടുത്ത നോക്കിയേ, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. അത് ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങളും അവിടുത്തെ ബഡ്ജറ്റുകളും. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അവിടുത്തെ ബഡ്ജറ്റുകളില്ലേ, ബഡ്ജറ്റുകള്, ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പ്രവർത്തന ലക്ഷ്യങ്ങൾ, ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങള്, അവിടുത്തെ ബഡ്ജറ്റുകള്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക.
Third, the systematic delivery of medical services. Medical സർവീസുകളുടെ ചിട്ടയായ വിതരണം. Systematic delivery. ചിട്ടയായ വിതരണം. എന്തിന്റെ? മെഡിക്കൽ സർവീസുകളുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ഇല്ലേ, അതിന്റെ ചിട്ടയായിട്ടുള്ള ഡെലിവറി. നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ ഡെലിവറി കൊടുക്കണ്ടേ? പേഷ്യൻസിന് കൊടുക്കണ്ടേ? ഡെലിവറി ചെയ്യണം. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ അപ്പുകൾ കൊടുക്കേണ്ടത്, കറക്റ്റ് സമയത്ത് ഫോളോ അപ്പുകൾ, ചെക്കപ്പുകൾ, കാര്യങ്ങൾ, അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ഒരു അധികം താമസമൊന്നും വരാത്ത രീതിയിൽ, ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്ന രീതിയിൽ മെഡിക്കൽ സർവീസുകൾ വിതരണം ചെയ്യണം. അടുത്ത നോക്കിയ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാര്യം ചെയ്യണം. Then hospital policy changes. ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടോ? ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതും കൂടി ഉൾക്കൊണ്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, മാറ്റങ്ങൾ, അതിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഒരു പങ്കുണ്ടാവും. അപ്പൊ അവർക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു മാറ്റത്തിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സുമാര് പ്രവർത്തിക്കണം. അത്രയാണ് ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇത് വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടോ. ആ 5 പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലോങ് ടൈം പ്ലാനിങ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്. ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്. ഇനി അത് 5 പോയിന്റ് നോട്ട് ചെയ്തിടാം. Their strong interpersonal skills are needed when overseeing and അവിടെ മോണിറ്ററിംഗ് ആക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് കറക്റ്റ് ആണോ നോക്കി, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. മോണിറ്ററിംഗ്, MONITORING. Monitoring staff, interacting with the community and cooperating with the governing boards. കമ്മ്യൂണിറ്റിയുമായിട്ട്, ഒരു സമൂഹമായിട്ട് ഇടപെടുന്ന സ്റ്റാഫുകൾ, ആ സ്റ്റാഫുകളെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് വേണ്ട ഒരു മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക അല്ലെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്കുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുകയും അതിന് വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഭരണസമിതിയുമായിട്ട്, ഗവേണിംഗ് ബോർഡുകളുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം. അപ്പൊ അവർക്ക് എന്ത് വേണം? അതിൻ്റെതായ കഴിവുകൾ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് മേൽനോട്ടം വഹിക്കാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കാനും അവരെ മോണിറ്റർ ചെയ്യാനും ഒക്കെ എന്ത് വേണം? അവർക്കിടെ ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ വേണം. ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതില് നമുക്ക് എന്താ ഒരു കഴിവ് വേണ്ടേ? ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതിനുള്ള കഴിവുകൾ വേണം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതിനൊക്കെ അതിൻ്റെതായ കഴിവുകൾ വേണം. നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ് എന്നുള്ളത്. ഈ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ആണോ? ഹോസ്പിറ്റലിൽ മാത്രമാണോ? നമ്മൾ അല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിന് പുറമെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ, ക്ലിനിക്കുകളില്, കോർപ്പറേഷൻസില്, ഗവേണിംഗ് ഏജൻസികൾക്കൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് പറഞ്ഞേക്കാം, നോക്കിയേ, ഈ ഡിസൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് നമ്മള് പുറമെ തന്നെ, അതിന്റെ ഒപ്പം തന്നെ എന്താണ്, വിച്ച് may range from small community hospital to massive multi-hospital system. This healthcare administrator may work for. കണ്ടോ? അതായത് ചെറിയൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള വലിയ ഹോസ്പിറ്റൽ സംവിധാനം വരെയുള്ള ഒരു ഹോസ്പിറ്റലിന് പുറമേ
ഉണ്ടോ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ ചെറിയ ഹോസ്പിറ്റല്, ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഹോസ്പിറ്റലിന് പുറമേ എവിടെയൊക്കെയും കൂടി വർക്ക് ചെയ്യാം? This healthcare administrator may also work for. ഈ താഴെ പറയുന്ന ഫെസിലിറ്റികളിലും കൂടി അവർക്ക് വർക്ക് ചെയ്യാം. ഇത് മനസ്സിലാക്കി വെക്കണോട്ടോ നിങ്ങള്. ഇത് നമുക്കൊരു ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെയാ നോക്കിയേ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അവിടെ. Beside to hospital, the hospital administrator or healthcare administrator may also work for dash. എവിടെയൊക്കെ വർക്ക് ചെയ്യാം ഹോസ്പിറ്റലിന് പുറമെ? ഈ പറയുന്ന സൗകര്യങ്ങളിലും കൂടി അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്. എന്താ റീഹാബിലിറ്റേഷൻ? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് എന്താ? പുനരധിവാസ സൗകര്യങ്ങള്, ഹോസ്പിറ്റലിന് പുറമെ കൊടുക്കുന്ന സർവീസുകള് അല്ലെ, പുനരധിവാസ സർവീസുകള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. അങ്ങനെയുള്ളടത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. അടുത്ത നോക്കി, ആംബുലേറ്ററി കെയർ സെന്റർ. എന്താണ് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കൂലേ? ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ് ദ ഔട്ട് പേഷ്യന്റ് മെഡിക്കൽ സർവീസ്. ചെക്കപ്പുകള്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, ഇതൊക്കെ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ പുറത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിലും നിങ്ങളുടെ ഏരിയകളുടെ കൂടെയൊക്കെ ഇങ്ങനെ ആംബുലേറ്ററി കെയർ, അതായത് നമുക്ക് ഏതെങ്കിലും വാഹനങ്ങളിലൊക്കെ ഡോക്ടറും നേഴ്സും ഒക്കെ ആയിട്ട് വന്ന് പ്രായമായ ആളുകളൊക്കെ അവരെയൊക്കെ നോക്കുന്നത്, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവര്, അങ്ങനെയുള്ള സർവീസുകൾ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കേട്ടോ. അങ്ങനെ നോക്കിയാൽ മതി. ഔട്ട് കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. അതാണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ചെയ്ത് പറഞ്ഞു തന്നതാട്ടോ. കെയർ provided by outpatient settings. ഹോസ്പിറ്റലിൽ മാത്രമല്ല അതിന്റെ പുറത്തും ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സ്, അവിടെയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ? പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് ഗ്രൂപ്പ് പ്രാക്ടീസ്. അവിടെയും വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഇത്, അങ്ങനെയുള്ള സ്ഥലത്തും വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് ഫിസിഷ്യൻ ഓർ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഓഫറിംഗ് സർവീസസ് അണ്ടർ എ ഷെയർഡ് എൻറ്റിറ്റി. ഒരു സ്ഥാപനത്തിന്റെ കീഴില് എന്താ കുറച്ച് ഡോക്ടർമാരുകളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, അതാണ് ആ പേരിൽ നിന്ന് അറിയാം, ഗ്രൂപ്പായിട്ട്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ് എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ. എവിടേക്ക് വർക്ക് ചെയ്യാന്നേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അടുത്ത് നോക്കിയേ, ഹോസ്പിസ് സെന്റേഴ്സ്. ഹോസ്പിസ് സെന്റേഴ്സ് എന്താ? അതും പഠിച്ചിട്ടുണ്ടല്ലോ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ. ഹോസ്പിസ് സെന്റേഴ്സ് എന്താ? ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് അല്ലെ. അവിടെ ട്രീറ്റ്മെന്റിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഈ ഒത്തിരി പ്രായമായ ആളുകള് അവരുടെ അവസാന നാളുകളില് അവർക്ക് എന്താ, അവർക്ക് മെഡിസിൻ അല്ല പിന്നെ കൂടുതൽ വേണ്ടത്, അവർക്ക് ഇനിയുള്ള കാലം സന്തോഷം കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള സെന്ററുകളാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. അവിടെ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് കൊടുക്കുന്നു. വാർദ്ധക്യ ഇതൊക്കെ ഇല്ല, അങ്ങനെയുള്ള സെന്ററുകളില്ലേ, വൃദ്ധഭവനങ്ങള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അവർക്ക് ട്രീറ്റ്മെന്റ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ്, അവിടെ അവർക്ക് എന്റർടൈൻമെന്റ് ആണ്. ഇനിയുള്ള കാലം അവരെ സന്തോഷമാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള സെന്ററുകളാണ് ഹോസ്പിസ് സെന്റേഴ്സ്. അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഫിസിഷ്യൻ ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് എന്താണ്? റെസിഡൻഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? റെസിഡൻഷ്യൽ, എ പ്ലേസ് വെയർ പീപ്പിൾ റിസീവ് ലോങ് ടേം കെയർ, range of medical services provided in a patient home to treat illness or injury. അല്ലേ? അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ലോങ് ടേം ലിവിങ് അറേഞ്ച്മെന്റ് ആണ്, ലോങ് ടേം കെയർ ആണ്.
റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ഹോം കെയർ പോലെയൊക്കെ തന്നെ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് അവിടെ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രിത പരിചരണ സംഘടനകള്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രിത പരിചരണ സംഘടനകള്, ഇവിടെയെല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഹോസ്പിറ്റലിന് പുറമെ വർക്ക് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയത് എവിടേക്കാണ്? ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട, നിങ്ങൾ ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം, ആംബുലറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളിൽ വർക്ക് ചെയ്യാം, ഹോസ്പിസ് സെന്റേഴ്സുകൾ വർക്ക് ചെയ്യാം, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം, ഫിസിഷ്യൻ ഓഫീസുകളിൽ വർക്ക് ചെയ്യാം, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം, ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ ഇവിടെയും വർക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. ബിസൈഡ് ദ ഹോസ്പിറ്റൽ ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ മേ ഓൾസോ വർക്ക് ഫോർ ഡാഷ്. അങ്ങനെ രണ്ടോ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണോ ഒക്കെ തന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് കൊടുക്കാം. ഇപ്പൊ രണ്ടെണ്ണാണെങ്കിൽ പേ കൊടുക്കാം. ആംബുലറ്ററി കെയർ സെന്റേഴ്സ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബിയില് ഹോസ്പിസ് സെന്റേഴ്സ്, ഓപ്ഷൻ സിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ബോത്ത് എ ആൻഡ് ബി കൊടുക്കാം. ദെൻ ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ദ എബോവ് കൊടുക്കാം. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി hospital administrators at large facilities may work in specific clinical areas. ഇനി ലാർജ് ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താന്ന് നോക്കിയേ, അവർക്ക് ഈ പ്രത്യേക ലാർജ് ഫെസിലിറ്റിയിലുള്ള ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെ വർക്ക് ചെയ്യാം? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ലാർജ് ഫെസിലിറ്റീസ്. കണ്ടോ, വലിയ വലിയ ഫെസിലിറ്റികളില്ലേ, വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, പ്രത്യേക ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യാം. ലൈക്ക് എവിടെയൊക്കെ? കാർഡിയോളജിയിൽ വർക്ക് ചെയ്യാം, സർജറിയിൽ വർക്ക് ചെയ്യാം, ന്യൂറോളജിയിൽ വർക്ക് ചെയ്യാം, ഒബ്സ്റ്റിറ്റിക്സ് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം, നെഫ്രോളജിയിൽ വർക്ക് ചെയ്യാം. കാർഡിയോളജി എന്താ? ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാർഡിയോളജി എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ട? കാർഡിയോളജി ഹാർട്ട്, വെരി ഗുഡ്. അവിടെ ഇവിടെ മെസ്സേജ് ഇട്ടിട്ട് ഹാർട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഹാർട്ട് റിലേറ്റഡ്. ഹാർട്ടിന്റെ പ്രശ്നങ്ങള്, അതിന്റെ എന്താ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. സർജറി കാര്യങ്ങളുള്ള ആ ഡിപ്പാർട്ട്മെന്റില്. ന്യൂറോളജി ഏതാണ്? ന്യൂറോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത? ന്യൂറോളജി നെർവ്സ്, നമ്മുടെ നെർവ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട, നാഡികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, നെർവ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഈ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റോ ഇതൊക്കെ പറ്റി കഴിയുമ്പോൾ നമ്മൾ ന്യൂറോളജിസ്റ്റിനെയും കാണണം അല്ലെ. ന്യൂറോളജിയിലും കൂടി കാണേണ്ട വരും. ഞരമ്പുകൾക്കൊക്കെ അല്ലെ, നാഡികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ, അവിടെ വർക്ക് ചെയ്യാം. ഒബ്സ്ട്രിറ്റിക്സ് എന്താ? പ്രസവ ചികിത്സ അല്ലെ, ഒബ്സ്ട്രിറ്റിക്സ് പ്രസവ ചികിത്സ, ഗൈനക്കോളജി. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാൽ നെഫ്രോളജി, നെഫ്രോൺസ് വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, നെഫ്രോളജിയിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഇത് അങ്ങനെയുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ടും നോട്ട് ചെയ്യണം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ ലാർജ് ഫെസിലിറ്റി വർക്ക് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. പ്രത്യേക ചികിത്സാ സംബന്ധമായ ഏരിയകളിൽ വർക്ക് ചെയ്യാം. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് സ്മോളർ ഫെസിലിറ്റി, ഇനി ചെറിയ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? മേ സൂപ്പർവൈസ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. സ്മോളർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേ സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഫിനാൻസ് അവര് എന്താണ് മാനേജ് ചെയ്യുന്നത്?
പല ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നു. കണ്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ സ്മോളർ ഫെസിലിറ്റി മേ സൂപ്പർവൈസ് ഡാഷ്, സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ലാർജർ ഫെസിലിറ്റിയിലാണെങ്കിലോ ലാർജർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ എന്താ നോക്കുന്നത്? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. എന്നാൽ സ്മോളർ ഫെസിലിറ്റിയിലുള്ളവര് എന്താ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ആ 2 പോയിന്റ് അതിൽ നിന്ന് കിട്ടിയോ? ക്ലിയർ ആയോ? അത് രണ്ടും നോക്കി വെക്കുക കേട്ടോ. അതിന്റെ ഏതൊക്കെയാണ് ആ ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കണേ. അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു, അതാണ് ആ താഴെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കണേ. ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, പേഴ്സണൽ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യാം അവർക്ക്. മറ്റേതോ ലാർജർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് എന്താ? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിനെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിയേ. Just a few of the titles hospital administrator may possess include. കണ്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന പൊസിഷനുകൾ നിർവഹിക്കാം. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെ പൊസിഷൻ അവർക്ക് നിർവഹിക്കാം? അതൊന്ന് എഴുതി വെച്ചേ അവിടെ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചോ കേട്ടോ. ആ ഹെഡിങ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവാതിരിക്കുക വേണ്ട. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന പൊസിഷൻ നിർവഹിക്കാം. എഴുതി വെച്ചോ അവിടെ. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ആണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കാം. എന്താണ് ആ ഹെഡിങ് മീൻ ചെയ്യുന്നത്? Just a few of the titles hospital administrator may possess include. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിർവഹിക്കുന്ന ചില പൊസിഷനുകളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പൊസിഷൻ നിർവഹിക്കാം. എന്തൊക്കെ പൊസിഷൻ നിർവഹിക്കാം? ഇവിടെ ഉണ്ടല്ലോ ഈ പോയിന്റുകളായിട്ടും ചോദിക്കും. പിന്നെ ഇതിന്ന് ആ 2-3 കണ്ടോ, അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എക്സ്പാൻഡ് സിഇഒ, എക്സ്പാൻഡ് സിഒഒ, എക്സ്പാൻഡ് സിഎഫ്ഒ, അങ്ങനെയും ചോദിക്കാം. 2 രീതിയിൽ നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം? ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ, പോയിന്റുകൾ മാത്രം നോക്കി വെച്ചാൽ നിങ്ങൾ. പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ ഏത് പൊസിഷനിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാന്നാട്ടെ ഈ പറയുന്നത്. പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം. സിഇഒ, അപ്പൊ അവിടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. എക്സ്പാൻഡ് സിഇഒ ഏതാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. അടുത്ത നോക്കിയേ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സിഒഒ, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സിഎഫ്ഒ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ഈ എക്സ്പാൻഡഡ് ഫോമിന്റെ എല്ലാവരും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചേ, ചീഫ് സി ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ എഫ് ഒ, ഓഫീസർ കണ്ടോ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സിഎഫ്ഒ, അതിന്റെ എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ഷോർട്ട് ഫോം ആക്കി കൊടുത്തേക്കണേ. ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പൊസിഷൻ നിർവഹിക്കാം. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പൊസിഷൻ നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, റിക്രൂട്ട് ചെയ്യാൻ ആളുകളെ നിയമിക്കാനായിട്ട്, സ്റ്റാഫാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ നിയമിക്കാനുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന പൊസിഷൻ നിർവഹിക്കാം. വൈസ് പ്രസിഡൻസ് ഓഫ് ക്വാളിറ്റി വൈസ് പ്രസിഡൻസ്, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പൊസിഷൻ നിർവഹിക്കാം. കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ എന്നുള്ള പൊസിഷൻ നിർവഹിക്കാം. കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ ഓർ കംപ്ലൈന്റ്സ് ട്രെയിനർ, ട്രെയിനിങ്ങും പ്രോഗ്രാമൊക്കെ കൊടുക്കുന്ന കേട്ടോ കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ലീഡ്സ് ട്രെയിനിങ് പ്രോഗ്രാം ടു ഹെൽപ്പ് എംപ്ലോയീസ് to learn about laws and regulation and to apply their jobs. അതായത് അവരുടെ ജോലിയിലെ സ്റ്റാഫിനൊക്കെ അവരുടെ ജോലിയിലെ ലോസ് റെഗുലേഷൻസ് അതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് കംപ്ലൈന്റ്സ് എഡ്യൂക്കേറ്റർ. ഡയറക്ടർ ഓഫ് നേഴ്സിംഗ്, ആ പൊസിഷൻ നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്,
ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ് ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിനാൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പൊസിഷൻ നിർവഹിക്കാം. ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് അടുത്ത പോയിന്റ് ആണ് കേട്ടോ. ലാസ്റ്റത്തെ നോക്കി, അത് രണ്ടും ഒറ്റ പോയിന്റാ. നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു ബബിൾ ഇട്ട് വെച്ചോ, അവിടെ അല്ലെങ്കിൽ ആ സ്ക്വയർ ഇട്ടോ, അടുത്ത പോയിന്റ് ആണത്. ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. അടുത്ത നോക്കിയേ, ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്, ആ ലാസ്റ്റ് പോയിന്റ് രണ്ടെണ്ണമാണ് കേട്ടോ. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ് ആ ഒരു പൊസിഷനും നിർവഹിക്കാം. അപ്പൊ ഇത്രയും പൊസിഷനുകൾ നിർവഹിക്കാം. അതിന്റെ ആദ്യത്തെ മൂന്നെണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യണം. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? നഴ്സിംഗ് ഡയറക്ടർ, ഡയറക്ടർ ഡയറക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നുള്ളൂ. നഴ്സിംഗ് ആ ഡിപ്പാർട്ട്മെന്റ് അതിനെയൊക്കെ ഡയറക്ട് ചെയ്യുന്ന ആള്, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, അത്രേ ഉള്ളൂ. ഇതിന്റെ ഓരോന്നിന്റെയും ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ഒന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ. ഇനിയിപ്പോ കൂടുതൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഓരോന്നിന്റെയും എന്താണ് പൊസിഷൻ എന്നുള്ളത് കിട്ടും. എന്താണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്താണ്, ആരാണ്, എന്താണ് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയോ. നമുക്ക് ഇത്രയും പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് ഓരോന്നിന്റെയും ഡീറ്റെയിൽ പറയുമ്പോൾ ഒത്തിരി സമയം പോകും നമുക്ക്. എക്സാമിന്റെ കാര്യങ്ങള് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും കേട്ടോ. അപ്പൊ മൊഡ്യൂളില് നമുക്ക് എക്സാം നടത്തിയല്ലോ, ഫൈനല് 4 പേപ്പർ തിരിച്ചിട്ടാണ് ഇതുവരെയും നടത്തിയത്. അതിന്റെ ഡീറ്റെയിൽ ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് എക്സാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. അതോടൊത്ത് ആരും ബോധർ ചെയ്യേണ്ട. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ അപ്പൊ തന്നെ വരും. എക്സാം എങ്ങനെയാണ്, പേപ്പർ വൈസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ആ സമയത്തേക്ക് നോക്കാം. ഇനിയിപ്പോ എന്തായാലും നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് കടന്നിട്ടുള്ളൂ. ഇവിടെ ഇനി അടുത്ത നമ്മളൊരു വലിയൊരു ചാപ്റ്റർ നമ്മൾ എടുക്കണ്ടേ. ഇത് ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ഇനി വലിയൊരു ചാപ്റ്റർ, അത് തന്നെ കുറെ നാളെ 1 മാസം തന്നെ വേണം ആ ഒരു ചാപ്റ്റർ തന്നെ തീരുന്നെങ്കിൽ. അതും കഴിഞ്ഞ് വേറൊരു ചാപ്റ്ററും കൂടി, 2 ചാപ്റ്ററും കൂടി കഴിഞ്ഞാലാണ് മൊഡ്യൂൾ 3 നമ്മുടെ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു മൊഡ്യൂളും അവിടെ കിടക്കാണ്, 4th മൊഡ്യൂളും. അത് രണ്ടും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ പൊസിഷനുകളൊക്കെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. അതിൽ ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടോ. അവിടെ വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഷോർട്ട് ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ 3ന്റെയും എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ച് അത്രയും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.